നമസ്കാരം, ഞാൻ ടാഗി സന്ദീപ്, വേദിക ആസ്ട്രോളജർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോചരഫലം പറയാനാണ്. അതായത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികക്കാൽ. ഈ 3 നക്ഷത്രക്കാർക്ക്, കാർത്തികക്കാലിൽ നിന്ന് കാർത്തിക 1-ാം പാദമാണ് വരിക. അപ്പം ഈ 3 നക്ഷത്രക്കാർക്കുമുള്ള ഫലം, അതായത് ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ചുറ്റിപ്പറ്റിയുള്ള ഫലമാണിത്. ഈ ഫലം നമ്മൾ നോക്കുന്നത് നമ്മുടെ ജനന തീയതി, ജനന സമയം എല്ലാം നോക്കുമ്പോഴുള്ള ജാതക ചിന്തയുടെ ഒപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ് ഈ ഗോചരഫലം. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്കുള്ള അവർക്ക് തൊഴിൽപരമായിട്ട്, അവരുടെ സാമ്പത്തികപരമായിട്ട്, അവരുടെ കുടുംബപരമായിട്ട് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പരിഹാരങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയ നിക്ഷേപങ്ങളൊക്കെ ഒഴിവാക്കേണ്ട ഒരു സമയമാണ് ഈ ജൂലൈ മാസം. ഈ അശ്വതി, ഭരണി, കാർത്തികക്കാലിന് വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പങ്കാളിത്ത ബിസിനസ് ഒഴിവാക്കുക. അതായത് പങ്കാളിത്ത ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു ദൈവജ്ഞനെ കണ്ട് തീയതിയും എല്ലാ കാര്യങ്ങളും സമയം നോക്കിയതിന് ശേഷം മാത്രം തുടങ്ങുക. അതുപോലെ തന്നെ കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളുമായിട്ട് തർക്കിക്കാൻ നിൽക്കരുത്. തൊഴിൽപരമായിട്ട് അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റം വരാം. ജൂലൈ പകുതിയോടുകൂടി വീടൊക്കെ നവീകരിക്കാൻ പറ്റും. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ പറ്റും. അതൊക്കെ നല്ല കാര്യങ്ങൾ നടത്താൻ പറ്റും. പക്ഷേ എങ്ങനെ നോക്കിയാലും ചെലവെന്ന് പറയുന്നത് വരവിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അതുപോലെ കടം കൊടുക്കരുത്, അത് തിരിച്ചു കിട്ടാൻ പ്രയാസമായിരിക്കും. ഇത്ര കാര്യങ്ങൾ പ്രത്യേകം ഈ നാളുകാർ, അതായത് അശ്വതി, ഭരണി, കാർത്തികക്കാലുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദേവീ ഭജനം, അതായത് ആദ്യം തന്നെ നമ്മൾ ദേവീക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ദർശനം പതിവാക്കുക. കൂടെ ലളിതാ സഹസ്രനാമം ഭജിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പരിഹാരം എന്ന് പറയുന്നത് ഈ 4 ചൊവ്വാഴ്ചകളിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. സുബ്രഹ്മണ്യ ഭജനം, പഞ്ചാമൃതം, അതുപോലുള്ള നല്ല വഴിപാടുകൾ, അഭിഷേകം പോലുള്ള വഴിപാടുകൾ ഭഗവാനെ കഴിപ്പിക്കുക. നന്നായി പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം തന്നെ വ്യാഴപ്രീതിയാണ്. വ്യാഴപ്രീതി എന്തായാലും വേണം. അപ്പോൾ വിഷ്ണു സഹസ്രനാമം വ്യാഴാഴ്ചകളിൽ കേൾക്കുക. അതായത് നിങ്ങൾക്ക് ചൊല്ലാൻ സമയമില്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ഫോണിലോ മറ്റോ വെച്ചിട്ട് അങ്ങനെ തന്നെ നമ്മളത് ശ്രവിക്കണം. അതും നല്ലൊരു പരിഹാരമാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ സമാധാനപരമായി മുന്നോട്ട് പോകുമെന്ന് കരുതാം. ഓക്കെ, താങ്ക് യു.